പശ്ചിമേഷ്യൻ അതിരുകളിൽ വെടിയൊച്ചകൾ നിലയ്ക്കുമ്പോൾ ലോകം ആശ്വസിക്കുമ്പോഴൊക്കെയും അധികാരം വെച്ചു നീട്ടുന്ന തീപ്പൊരികൾ വൻ അഗ്നിപർവ്വതങ്ങളായി ആളിപ്പടരുന്ന കാഴ്ചയാണ് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ജയിക്കാനുള്ളതല്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാനുള്ളതാണ് എന്ന ക്രൂരമായ രാഷ്ട്രീയ സമവാക്യം പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയുടെ അഗാധതയിലേക്ക് തള്ളിവിടുകയാണ്. ചോര വാർന്നൊഴുകുന്ന മണ്ണിലേക്ക് വീണ്ടും മിസൈലുകൾ മഴയായി പെയ്യുമ്പോൾ ലോകത്തിന്റെ നെഞ്ചിലേക്ക് പാഞ്ഞെടുക്കുന്നത് സാമ്പത്തിക തകർച്ചയുടെ വൻ പണപ്പെരുപ്പത്തിന്റെയും കനൽ ചൂടാണ്. നയതന്ത്ര ചർച്ചയുടെ മേശപ്പുറങ്ങൾ തല്ലിത്തകർത്ത് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ യുദ്ധക്കൊതിക്ക് മധ്യപൂർവേഷ്യ നൽകുന്ന മറുപടി എന്താണ്? ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അംഗമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ശ്വാസം മുട്ടിക്കുന്ന വൻ ഭൗമരാഷ്ട്രീയ യുദ്ധമാണ്. ഒരു ഘട്ടത്തിൽ യുദ്ധത്തിന് അറുതി ഉണ്ടാകും എന്ന് ലോകം കരുതുന്ന സമയത്താണ് തൊട്ടടുത്ത നിമിഷം വലിയ വ്യോമാക്രമണ വാർത്തകൾ പുറത്തുവരുന്നത്. ഫെബ്രുവരിയിൽ തുടങ്ങിയ ഇറാൻ യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോഴും അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുൻപെങ്ങുമില്ലാത്ത വിധം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇത് തുടർച്ചയായി ഒരേ വേഗതയിൽ നടക്കുന്ന ഒരു യുദ്ധമല്ല, മറിച്ച് ഒരു ഓൺ ആൻഡ് ഓഫ് സ്ട്രാറ്റജിയിലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഇവിടെ യുദ്ധം നടത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ അടവുകൾ പുറത്തെടുക്കുന്നത്. കുറച്ച് ദിവസം അതിശക്തമായ ആക്രമണം നടത്തുന്നു, പിന്നീട് ചർച്ചകളുടെ പേരിൽ ചെറിയൊരു ഇടവേള എടുക്കുന്നു, അതിനുശേഷം വീണ്ടും ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ലോക ജനതയോട് ഒരു നിമിഷം പറയുന്നു, ഞങ്ങളൊരു ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്, ആ ചർച്ച ഫലം കാണും, യുദ്ധം ഇനി തുടരില്ല എന്ന് പറയുന്നു. ലോകം മുഴുവൻ അത് വിശ്വസിക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇതിനെ ഒരു വിലയും കൽപ്പിക്കാതെ ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു അറ്റാക്കിലേക്ക് കടക്കുന്നു. ആ ഒരു അറ്റാക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി യുദ്ധം തുടരുകയാണ് എന്ന്. അപ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് എടുക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ തോന്നിയാസം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു തന്ത്രത്തിന് പിന്നിൽ പ്രധാനമായും രണ്ട് വലിയ കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടില്ലായ്മയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസ്ഥിരമായ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമാണ്. രണ്ടാമതായി തുടർച്ചയായി ആക്രമണം നടത്തുമ്പോൾ അമേരിക്കൻ ആയുധപ്പുരകളിൽ ഉണ്ടാകുന്ന വലിയ ആയുധക്ഷാമം അതും കണക്കിലെടുക്കേണ്ടതുണ്ട്. കൂടുതൽ മിസൈലുകളും പ്രതിരോധ സാമഗ്രികളും മേഖലയിൽ എത്തിക്കാനും സ്വന്തം സേനയെ പുനഃസംഘടിപ്പിക്കാനുമുള്ള സമയം കണ്ടെത്താനാണ് ഇത്തരം ചെറിയ ഇടവേളകൾ അമേരിക്ക ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ യുദ്ധം, അല്ലെങ്കിൽ ഈ ഒരു വലിയ സംഘർഷം. ഇറാനെതിരായ ഈ നീക്കം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മാത്രം ആവശ്യമായിരുന്നില്ല, മറിച്ച് ഇസ്രായേലിന്റെ രാഷ്ട്രീയ സൈനിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വാഷിംഗ്ടൺ ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റായിരുന്നു എന്ന് വേണം പറയാൻ. അതായത് വലിയ വലിയ ബിസിനസ് നേതാക്കൾ തങ്ങൾക്ക് ആരെയെങ്കിലും ഒന്ന് വധിക്കണം അല്ലെങ്കിൽ ഒന്ന് ഒതുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഗുണ്ടാ സംഘങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു പതിവ് രീതിയില്ലേ, അത് തന്നെയാണ് ഇസ്രായേൽ ഇവിടെ ചെയ്തത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു ഗുണ്ടയെ കണ്ടെത്തി. ആ ഗുണ്ട രാജ്യമാണ് നമ്മുടെ വൈറ്റ് ഹൗസ്. ആ വൈറ്റ് ഹൗസ് ഈ പറയുന്ന കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു, അതിനുശേഷം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു, യുദ്ധത്തിനിറങ്ങുന്നു. ഇതൊക്കെ തന്നെയാണ് മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യുദ്ധം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോൾ വൈറ്റ് ഹൗസിനുള്ളിൽ തന്നെ വൻ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉയർന്നു വരുന്നത്. ഞങ്ങൾ ഇറാനെ തോൽപ്പിച്ചു എന്ന് ട്രംപ് 100-ലധികം തവണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനെ തകർത്തു എന്ന് പറയുകയും അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തി കരാറ് തൊട്ടടുത്തെത്തി എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പോലുള്ള നേതാക്കൾ സമാധാന ചർച്ചകൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ തങ്ങളുടെ വിദേശ നയം ഇസ്രായേൽ നിയന്ത്രിക്കുകയാണ് എന്ന വിമർശനം പോലും വൈറ്റ് ഹൗസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഡിഫൻസ് സെക്രട്ടറിയും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടുതൽ ആക്രമണങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ്. ഒരാഴ്ച കൊണ്ട് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് യുദ്ധം അവസാനിപ്പിക്കാം എന്നൊക്കെ കരുതി തുടങ്ങിയ ഈ യുദ്ധം ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയതോടെ അമേരിക്കയ്ക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലായി. അതായത് ഇസ്രായേൽ പറഞ്ഞ് എടുത്തു ചാടുകയും ചെയ്തു, തിരിച്ചു കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ചെന്ന് നിൽക്കുകയുമാണ്. യുദ്ധം കരയിൽ നിന്നും സമുദ്രപാതയിലേക്ക് പടർന്നു. അതിനുശേഷം അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന പോയിന്റുകൾ ഓരോന്നോരോന്നായി അടയാനും തുടങ്ങി. അത്യന്തം അപകടകരമായ അവസ്ഥയിൽ തുടരുന്ന ഹോർമൂസ് കടലിടുക്ക് വഴി പൂർണ്ണതോതിൽ കപ്പൽ ഗതാഗതം സാധ്യമല്ലാതായ അവസ്ഥയിൽ മാറിയിരിക്കുന്നു. ഇതിനോടൊപ്പം യമനിലെ ഹൂതികൾ ബാബൽ മന്ദേബ് കടലിടുക്കിൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി. പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും ചരക്കു കപ്പലുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മാർഗങ്ങളൊക്കെ അവലംബിക്കാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനം അല്ലെങ്കിൽ കടന്നു പോകുന്ന ഈ ഒരു മാർഗം കൂടി അടച്ചതോടെ പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കാൻ ഹോർമൂസും ചെങ്കടലിലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ രണ്ട് വഴികളും അടയുന്നതോടെ സൗദി അറേബ്യയുടെ എണ്ണ കയറ്റുമതി വലിയ പ്രതിസന്ധിയിലാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൗദി അറേബ്യ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാൻ അമേരിക്ക കാരണമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനു വേണ്ടി അമേരിക്ക ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക ഒരു സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഇതിനോടൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഗൾഫ് രാജ്യങ്ങളെ അമേരിക്ക പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. സൗദിയുടെ
യാബു പോർട്ടിൽ നിന്നും നമ്മളുടെ ചെങ്കടൽ വഴി എണ്ണ പുറത്തെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ കപ്പലുകൾക്ക് ഈജിപ്തിലെ സൂയിസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലും ആഫ്രിക്കൻ വൻകര ചുറ്റി കേപ്പ് ഓഫ് ഗുഡ്സ് ഹോപ്പും കടന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ അധികം സഞ്ചരിച്ചു വേണം ഇന്ത്യയിലും ഫിലിപ്പീൻസിലും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്താൻ. ഇതിനായി ദിവസങ്ങളോളം കോടിക്കണക്കിന് ഡോളർ അധിക ചിലവും വേണ്ടിവരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു രാജ്യത്തിനോടുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനോടുള്ള അമിതമായ ഒരു അടിമത്തം അല്ലെങ്കിൽ അമിതമായ ഒരു വിധേയത്വം അമേരിക്ക മൂലം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ രാജ്യങ്ങൾ അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധമാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ അടുക്കളയിൽ പോലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇനി വരാൻ പോകുന്ന കാലം സൂചിപ്പിക്കുന്നത്. ഈജിപ്തിലെ മെഡിറ്ററേനിയൻ തീരത്തുള്ള ടാങ്കറുകൾക്ക് നേരെ പോലും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് ഈ നീക്കങ്ങളെ പോലും തടസ്സപ്പെടുത്തുന്നുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ ഇടയാക്കും. ആ എണ്ണവില കുതിച്ചു വരുന്നതോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ പോലും അതിന്റെ അലയൊലികൾ വലിയ രീതിയിൽ പ്രകടമാകുമെന്ന് സാരം. അമേരിക്ക വിചാരിച്ചതുപോലെ ഇറാനെ ഒറ്റപ്പെടുത്തി പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം ഇറാൻ കെട്ടിപ്പടുത്ത വലിയൊരു പ്രതിരോധ ശൃംഖലയാണ്. അമേരിക്ക ഇവരെ തിന്മയുടെ അച്ചുതണ്ട് എന്ന് വിളിക്കുമ്പോൾ അതിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അച്ചുതണ്ട് എന്നാണ് ഇറാൻ വിളിക്കുന്നത്. അതായത് അവരുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന മറ്റ് വിദേശ ശക്തികളെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ തച്ചുടയ്ക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. പ്രതിരോധത്തിനായി അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. യമനിലെ ഹൂത്തികളും ലെബനനിലെ ഹിസ്ബുള്ളയും ഇറാഖിലെ പോപ്പുലർ റെസിസ്റ്റന്റ് കമ്മിറ്റികളും ഇതിന്റെ ഭാഗമാണ്. ഇറാനിയൻ മണ്ണിൽ അമേരിക്ക ബോംബിടുമ്പോൾ ബാബൽ മന്ദേബിലും ഇറാഖിലും സനായിലും സൗദി അറേബ്യയിലെ സൈനിക കേന്ദ്രങ്ങളിലും ഈ സഖ്യങ്ങൾ ഒരേ സമയം തിരിച്ചടി നൽകുന്നു. ബഹ്റൈനിലും ഇറാഖിലെയും US താവളങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ഇതിന് തെളിവാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സൗദി അറേബ്യയും അമേരിക്കയും ചേർന്നുകൊണ്ട് ഒരു വലിയ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാൻ 50ഓളം രാജ്യങ്ങൾക്ക് കത്തെഴുതി സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് മാത്രമല്ല, യുദ്ധം 3ാം ലോക മഹായുദ്ധത്തിന് സമാനമായ അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് ലോകം രണ്ട് ചേരിയായി തിരിക്കാനുള്ള ഒരു കാര്യമാണ് അമേരിക്ക ഇപ്പോൾ സൗദി അറേബ്യയുമായി കൂട്ടുചേർന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ യുദ്ധമേഖലയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഈ പ്രതിസന്ധിക്ക് വീണ്ടും പുതിയൊരു വ്യാപ്തി നൽകിയിരിക്കുകയാണ്. കഷാം ദ്വീപിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒരു കുടുംബത്തിലെ ദമ്പതികളും അവരുടെ കൈക്കുഞ്ഞും കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാൻ കടുത്ത പ്രതികാര നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അമേരിക്ക അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് നേരത്തെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെറുമൊരു മുന്നറിയിപ്പിൽ ഒതുങ്ങുന്നതല്ല ഇറാന്റെ വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങൾ എന്ന് ഉറപ്പിക്കുന്ന പ്രസ്താവനയാണ് ഇത്. ഇതിന് പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളെ ആക്രമിക്കാൻ അമേരിക്കൻ പോർവിമാനങ്ങൾക്ക് സ്വന്തം സൈനിക താവളങ്ങളും വ്യോമപാതകളും തുറന്നു കൊടുക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരം സൈനിക താവളങ്ങളെ തങ്ങളുടെ നേരിട്ടുള്ള ആക്രമണ പരിധിയിൽ കൊണ്ടുവരുന്നതും ഇറാൻ കൊണ്ടുവരും എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം യുദ്ധകാലത്തിൽ ഈ രക്തച്ചൊരിച്ചിൽ തുടരുമ്പോഴും വാഷിംഗ്ടണിൽ നിന്ന് വിചിത്രമായ അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട്. ഗസയിൽ ഹമാസുമായി ഒരു സമാധാന നിരായുധീകരണ കരാറിലെത്തുന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ്. ഘട്ടം ഘട്ടമായി ഹമാസിനെയും മറ്റ് പോരാളി ഗ്രൂപ്പുകളെയും നിരായുധീകരിക്കുമെന്നും ഒരു പുതിയ പലസ്തീൻ പോലീസിന്റെയും അന്താരാഷ്ട്ര സേനയുടെയും നിയന്ത്രണത്തിൽ ഗസയുടെ ഭരണം കൊണ്ടുപോകുമെന്നുമാണ് വാഷിംഗ്ടണിന്റെ വിചിത്രമായ അവകാശവാദം. എന്നാൽ ഒരു കൈകൊണ്ട് സമാധാന കരാറുകൾ പ്രഖ്യാപിക്കുകയും മറുകൈകൊണ്ട് കഷാം ദ്വീപിൽ നിഷ്കളങ്കമായ മനുഷ്യരെ കുരുതി കൊടുക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യമാണ് ഇവിടെ ലോകം കാണുന്നത്. മധ്യപൂർവ്വ ഏഷ്യയിൽ എല്ലാ കാലത്തും വയൻപയറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. 80കളിലെ ഇറാൻ ഇറാഖ് യുദ്ധം, അതിനുശേഷമുണ്ടായ ഗൾഫ് യുദ്ധങ്ങൾ, ഇറാഖ് അധിനിവേശം തുടങ്ങിയവ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ആഴത്തിൽ പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും ഉള്ളിലെ യഥാർത്ഥ കാരണം ഒന്നേയുള്ളൂ, അത് പലസ്തീൻ വിഷയമാണ്. ഇസ്രായേലിന്റെ പലസ്തീൻ അധിനിവേശവും അതിന് മേലുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനവുമാണ് എല്ലാ സംഘർഷങ്ങളുടെയും പ്രധാന ഉത്ഭവ കേന്ദ്രം. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാത്ത കാലത്തോളം ഈ മണ്ണിൽ ശാശ്വതമായൊരു സമാധാനം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നതിൽ വലിയ ആശങ്കയൊന്നുമില്ല. തകർന്നു തരിപ്പണമായ കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്നും ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും വീണ്ടും ഉയർന്നെഴുന്നേൽക്കുന്ന അനുഭവ സമ്പത്തുള്ള ഒരു ജനതയെയും രാജ്യത്തെയും തോക്കെടുത്ത് വിരട്ടി കീഴ്പ്പെടുത്താമെന്ന അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ്. ദുരാഗ്രഹത്തിന്റെ കണ്ണുകളോടെ ലോകത്തിന് മേൽ അധികാരം സ്ഥാപിക്കാൻ നോക്കുന്നവർ കാണാതെ പോകുന്നത് ചെങ്കടലിലെയും പേർഷ്യൻ ഉൾക്കടലിലെയും പുകയുന്ന ജനരോഷത്തിന്റെ തീജ്വാലകളാണ്. അമേരിക്കൻ വോട്ടർമാർ തങ്ങളുടെ നികുതി പണം യുദ്ധത്തിനു വേണ്ടി കൊള്ളയടിക്കപ്പെടുന്നതിൽ പ്രകോപിതരാണ്. ആഗോള വിപണിയിൽ എണ്ണവില ആകാശത്തോളം ഉയരുമ്പോൾ അതിന്റെ ഭാരം ചുമക്കേണ്ടി വരുന്നത് ലോകത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. ഇനി ഇവിടെ സമാധാനം പുലരണമെങ്കിൽ അധികാരത്തിന്റെ
മതമടക്കി ലോകസമൂഹം ഒന്നടങ്കം അമേരിക്കയോടും ഇസ്രായേലിനോടും ഉറക്കെ വിളിച്ചു പറയണം, ഈ രക്തച്ചൊരിച്ചിൽ ഒന്ന് അവസാനിപ്പിക്കൂ, ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്ന്.